أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين محمد وآله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹു മുറുകെ പിടിക്കാൻ നൽകിയ നിർദ്ദേശങ്ങളും മൂല്യങ്ങളും പരമാവധി ശ്രദ്ധയോടും ഭക്തിയോടും കൂടി എന്നും മുറുകെ പിടിച്ചു പോന്ന് ജീവിതം സമ്പന്നവും സാർത്ഥകവുമാക്കാനുള്ള നമ്മുടെ അധ്വാനം തുടരണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. സൂറത്തുൽ കഹ്ഫിലെ ഈ ആയത്ത് നമുക്ക് പരിചിതവും ഹൃദിസ്ഥവുമായിരിക്കും. ഞങ്ങളുടെ റബ്ബ് ആകാശ ഭൂലോകങ്ങളുടെ റബ്ബാണ്. അവനല്ലാത്ത മറ്റൊരു ഇലാഹിനോടും ഞങ്ങൾ ദുആ ചെയ്യുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന പക്ഷം വലിയൊരു അന്യായമായിരിക്കും അതുവഴി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക എന്നു പറഞ്ഞുകൊണ്ട് അവർ രംഗത്തെണീറ്റ് വന്നപ്പോൾ അവരുടെ ഹൃദയങ്ങൾക്ക് നാം കെട്ടുറപ്പ് നൽകി. ഇതാണ് ആയത്തിൻ്റെ വാക്കുകളുടെ ചുരുക്കം. ഒരു പറ്റം യുവാക്കൾ അള്ളാഹുവാണ് തങ്ങൾക്ക് ഏകനായ ആരാധ്യനായുള്ളത് എന്ന ആദർശം ഉൾക്കൊണ്ട് ജീവിക്കാൻ തയ്യാറായ സമയത്ത് നാട്ടിലെ ഭരണാധികാരിയും ചുറ്റുപാടും സമൂഹവുമെല്ലാം അതിന് ഘടകവിരുദ്ധമായ ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചപ്പോൾ തങ്ങളുടെ ആദർശബന്ധിതമായ ജീവിതം സുസാധ്യമാക്കാൻ വേണ്ടി സുരക്ഷിതത്വം തേടി ഒരു ഗുഹയിൽ അഭയം തേടിയ കാര്യം പറയുന്നിടത്താണ് നാം ഈ ആയത്ത് വായിക്കുന്നത്. അവരുടെ വാക്കുകൾ അള്ളാഹു ഉദ്ധരിക്കുന്നു. അവർക്ക് അള്ളാഹു നൽകിയ പ്രത്യേകമായ അനുഗ്രഹമായ ഹൃദയസ്ഥൈര്യത്തിൻ്റെ കാര്യം പരാമർശിക്കുകയും ചെയ്യുന്നു. ഹൃദയസ്ഥൈര്യം, വിശ്വാസദാർഢ്യത, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന, ഈ മൂന്ന് കാര്യങ്ങളും മുഅ്മിനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമുക്കിങ്ങനെ വായിക്കാം. യാ വലിയൽ ഇസ്ലാമി വാഹ്ലിഹി മസ്സിഖ്നി അൽ ഇസ്ലാം ഹത്താ അൽഖാഖ്. ഇസ്ലാമിൻ്റെയും അത് ഉൾക്കൊണ്ട ആളുകളുടെയും സംരക്ഷകനായ തമ്പുരാനെ, മരണാനന്തരം നിന്നെ കാണുന്നവരെ ഇസ്ലാം എന്നിൽ നീ പിടിച്ചു നിർത്തിത്തരണമേ. സബ്ബിത്നി അലൽ ഇസ്ലാമി ഹത്താ അൽഖാഖ് എന്നൊരു റിപ്പോർട്ട് വേറെയുമുണ്ട്. ഞാൻ നിന്നെ കാണുന്ന സമയം വരേക്കും ഇസ്ലാമിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തിത്തരണമേ എന്നാണ് അവിടെയും അർത്ഥം. അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ വലാ തജ്അൽ ദുനിയ അക്ബറ ഹമ്മിന എന്നൊരു പ്രാർത്ഥനയും വളരെയേറെ ആവർത്തിച്ചിരുന്നു പ്രവാചകൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മുസീബത്ത് ഞങ്ങളുടെ മതജീവിതത്തിൽ നീ ആക്കരുതേ, ദുനിയാവിനെ ഞങ്ങളുടെ ഏറ്റവും വലിയ മോഹവും ലക്ഷ്യവുമാക്കി നീ മാറ്റരുതേ എന്ന്. വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ആദർശ സുസ്ഥിര ജീവിതത്തിന് മുന്നിൽ ഒരു മുഅ്മിൻ നേരിടേണ്ടി വരും എന്ന് ഒട്ടേറെ വാക്കുകളിലൂടെ നമ്മെ അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ബാദിറു ബിൽ അഅമാലി ഫിത്തനൻ കഖിതഉൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു റജുലു മുഅ്മിനൻ വയംസി കാഫിറൻ വയംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ യബിഉ ദീനഹു ലിഅർളി മിനദ് ദുനിയ. ഇരുണ്ട രാത്രിയുടെ കഷ്ണങ്ങൾക്ക് സമാനമായ ഫിത്നകൾ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ അമലുകൾ നിങ്ങൾ വേഗം ചെയ്തു തീർക്കുക. രാവിലെ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരം കാഫിറായി മാറിയേക്കാം. വൈകുന്നേരം മുഅ്മിനായിട്ടുള്ള മനുഷ്യൻ നേരം പുലരുമ്പോഴേക്ക് കാഫിറായി മാറിയേക്കാം. ഭൗതിക വിഭവങ്ങൾക്ക് വേണ്ടി തൻ്റെ ദീനിനെ മനുഷ്യന് വിൽക്കാൻ തയ്യാറാകും എന്നാണ് ആ ഹദീസിൻ്റെ ചുരുക്കം. ഇങ്ങനെ ഹൃദയം ചഞ്ചലിച്ചു പോകുന്ന, ആദർശം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരാതിരിക്കാൻ, ഹൃദയസ്ഥൈര്യം അള്ളാഹുവിൽ നിന്ന് ലഭിക്കാൻ നാം പ്രാർത്ഥിക്കുകയും അതിനനുഗുണമായ വിധം നാം പ്രവർത്തിക്കുകയും വേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്. വിശ്വാസികൾക്ക് അള്ളാഹു ഇത് ദുനിയാവിലും ആഖിറത്തിലും നൽകുമെന്ന് വാഗ്ദാനമായി അവൻ സൂചിപ്പിക്കുന്നു. യുസബ്ബിത്തുല്ലാഹുൽ ആമിനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വയുദില്ലുല്ലാഹു ളാലിമീൻ വയഫറുല്ലാഹു മാ യശാ. ഖൗലു സാബിത്തിലൂടെ, സ്ഥിരമായ വാക്കിലൂടെ അള്ളാഹു മുഅ്മിനീങ്ങളെ ഉറപ്പിച്ചു നിർത്തും ദുനിയാവിലെ ജീവിതത്തിലും പരലോകത്തും. അക്രമികളായ ആളുകളെ അള്ളാഹു പിഴപ്പിക്കും. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രാവർത്തികമാക്കുകയും ചെയ്യും. സുസ്ഥിരമായി ഹൃദയം ചഞ്ചലിതമാവാതെ നിലകൊള്ളുക എന്നുള്ളത് ഏതൊരാളെ സംബന്ധിച്ചും പ്രധാനമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു അഭിസംബോധന ചെയ്തു പറഞ്ഞത്
നാം നിങ്ങൾ ഉറപ്പിച്ച് നിർത്തി തന്നിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ശത്രുക്കളുടെ ഭാഗത്തേക്ക് അല്പം ചായ്വ് കാണിക്കുമായിരുന്നു എന്നാണ്. വലവുലാൻ സബ്ബത്തിനാക്ക ലഖദ് കിത്ത തർക്കൻ ഇലഹിം ഷൈൻ ഖലീല. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം തൻ്റെ പ്രാർത്ഥനകളിൽ പറഞ്ഞ കാര്യം അള്ളാഹു ഉദ്ധരിച്ചു. വൈല്ല തസ്രിഫന്നി കൈദഹുന്ന അസ്മു ഇലഹിന്ന വാക്കുമിനൽ ജാഹിലീൻ. ഈ സ്ത്രീകളുടെ കുതന്ത്രങ്ങൾ എന്നിൽ നിന്ന് നീ തിരിച്ചുവിടുന്നില്ല എങ്കിൽ റബ്ബെ, ഞാൻ ഇവരോട് ചായ്വ് കാണിക്കാനും അവിവേകളിൽ ഉൾപ്പെടാനും സാധ്യതയുണ്ട് എന്ന്. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ വാക്കുകളിൽ നിന്ന് പോലും ഇത് ഉദ്ധരിക്കുമ്പോൾ നമുക്കേറെ പഠിക്കാനുണ്ട്. അള്ളാഹു തആല പ്രതിസന്ധികളെ മറികടക്കാൻ പോംവഴി ഉണ്ടാക്കിത്തരുമെന്ന് പറഞ്ഞത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു. ശത്രുക്കൾ തങ്ങൾക്ക് വലിയ ഭീഷണിയാണ്, നിങ്ങൾ വരുന്നതിന് മുമ്പും അതിന് ശേഷവും നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടവരാണ് എന്നൊക്കെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അസാ റബ്ബുക്കും മൻഹുലിക്ക് ആദുവക്കും വയസ്തഖലിഫക്കും ബിൽ അർദ് ഫയൻദുറ കൈഫ തഅമലൂൻ. ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, ഞാനാണ് നിങ്ങൾക്കുള്ള ഇലാഹ് എന്നൊക്കെ പറഞ്ഞ ആ ശത്രുവെ അള്ളാഹു നശിപ്പിക്കുകയും ഭൂമിയിൽ അള്ളാഹു നിങ്ങൾക്ക് ഖിലാഫത്ത് നൽകുകയും പിന്നെ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നവൻ നോക്കിക്കാണുകയും ചെയ്തേക്കാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നമുക്ക് അള്ളാഹു വിധിച്ചതല്ലാതെ വരാനില്ല എന്നും അവരാണ് നമ്മുടെ മൗല എന്നും അവനെ തവക്കുലാക്കുകയാണ് വേണ്ടതെന്നും നമുക്കുള്ള അധ്യാപനവും നാം ഇവിടെ ശ്രദ്ധിക്കണം. അള്ളാഹുവിൽ തവക്കുലാക്കി ധീരരായി സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമുക്ക് കഴിവ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.